വാക്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. വേഗത്തിൽ നിന്ന് വായിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണല്ലോ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആമേൻ. ഒന്ന് ചേർന്നൊന്ന് വായിക്കാമോ? എല്ലാവരും അതങ്ങളെ കൊണ്ടൊന്ന് വായിച്ചേ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. വിശ്വസിക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടുമായിട്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നത്, ഈ വചന നിമിത്തം നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ എടുത്തു മാറ്റുവാൻ തക്ക വിധത്തിൽ പരിശുദ്ധ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ ജീവിതത്തിന്മേൽ അനുകൂലമായി ഇന്ന് പകൽക്കാലം വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ. ആമേൻ. ഇത് ആത്മീകത്തിലുള്ള വചനമാണോ ഭൗതികത്തിലുള്ള വചനമാണോ? ആത്മീകത്തിലുള്ള വചനമാണോ ഭൗതികത്തിലുള്ള വചനമാണോ? പൗലോസ് പറയുന്നു നിശ്ചയമായിട്ടും ഭൗതികത്തിലുള്ള വചനമാണ്. പൗലോസിനോട് കൂടെ പൗലോസിൻ്റെതായ ബുദ്ധിമുട്ടിന്റെ സമയത്ത് കൈത്താങ്ങൾ കൊടുത്ത ഫിലിപ്പിയരെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഇതിനൊത്തവണ്ണം കണക്കിടാതിരിക്കത്തില്ല. ആമേൻ. കേട്ടോ പ്രിയ മക്കളെ, ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ 5 പൈസ നീ തിരുനാമ നിമിത്തം നീട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100 മടങ്ങ് നീ ഭൂമിയിലായിരിക്കുമ്പോൾ 100 മടങ്ങ് അതിനപ്പുറമായിട്ടൊരു നിത്യജീവനും പരിശുദ്ധ ദൈവം നിനക്കായി തരാതിരിക്കുകയില്ല എന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം തിരുവെഴുത്തിൽ പറയുന്നു, ദൈവം ആർക്ക് കടക്കാരനല്ല. ആണോ? അല്ല പ്രിയ മക്കളെ. കേട്ടോ, പ്രയാസത്തിലും നിങ്ങളുടെ വിശ്വാസമാണ് എല്ലാത്തിനേക്കാൾ ആധാരം. കേട്ടോ, സ്തോത്രം. ഈ നാളുകളിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റം ഉണ്ടാകട്ടെ. സ്തോത്രം. ഈ വചനത്തിൽ ആശ്രയിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. കേട്ടോ, മാനുഷികമായ വാക്കുകളിലല്ല, വചനം എന്ത് പറയുന്നവോ ആഴമായ ഒരു പൊട്ടനെ പോലെ നീ അത് വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത് സൗഖ്യമായി, അത് അനുഗ്രഹമായി, അത് വിടുതലായി എല്ലാ നിലവാരത്തിലും മാറ്റപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. ലോകത്തിലെ ഓരോ ശക്തിക്കും നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന് ആത്മാവിൽ ഞാൻ ഉറപ്പു തരികയാണ്. വചനം ഇറങ്ങിച്ചെല്ലാത്തൊരു മേഖലകളുമില്ല. ദൈവ വചനത്തിനോ ബന്ധനമില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് തന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അധികാരികൾക്ക് മുമ്പാകെ കാണിക്കുന്നു, എൻ്റെ കയ്യിൽ ഇപ്പോൾ ചങ്ങലയുണ്ട്, പക്ഷെ ഞാൻ പറയുന്ന വചനത്തിനുണ്ടല്ലോ ബന്ധനമില്ലെന്ന്. ഏത് ബന്ധനങ്ങളെ തുളച്ചു കിടക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. നീ അത് ആഴമായി ഒന്ന് വിശ്വസിക്കുമ്പോൾ ആ വചനം നിന്റെ ജീവിതത്തിൽ ജീവനായി വെളിപ്പെടും. ഈ വചനം നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ജീവനായി വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ പുസ്തകത്താളിനകത്തളത്തിൽ അക്ഷരങ്ങളായി മാത്രം ഇരിക്കും. ഈ വചനം നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഫിലിപ്പിയരോട് പൗലോസ് വിളിച്ചു പറയുന്നത്, ഫിലിപ്പിയരെ, എന്റെ ദൈവമോ, ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവായ യേശു ഉണ്ടല്ലോ, അതിനെ വിളിച്ചു പറയുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും. ഭാഗികമായാണോ? പകുതിയായാണോ? ഇല്ലെന്നേ, പൂർണ്ണമായി. പക്ഷെ നീ അവൻ്റെ വഴികൾ നടന്നേക്കണുണ്ടോ? സ്തോത്രം. അവൻ്റെ വഴികളിൽ നീ നടക്കുകയും അവൻ്റെ വചനത്തിൽ നീ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് മുമ്പാകെ തുറയും. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറയും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ആരും അടക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിന്റെ ജീവിതത്തിന്മേൽ അത്ഭുതമായി തുറയപ്പെടുക ഇടയായി തീരുമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. എത്ര വലിയ ശക്തികൾ നിന്നെ അടച്ചെന്നാലും സ്വർഗത്തിലെ ദൈവം അത് നിനക്ക് മുമ്പാകെ തുറക്കും. ഇവിടെ ഇതിന്റെ 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പൗലോസ് അക്ഷരാർത്ഥത്തിൽ അത് ഭൗതികമായ ഒരു അനുഭവത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വായിച്ചേ. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. എന്ത് കാര്യത്തിലാണിത്? ഭൗതികത്തിലാണോ ആത്മീയത്തിലാണോ? ഭൗതികത്തില്ല. പൗലോസ് ഇത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോകുകയാണ്, ഇത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുകയാണ്. അപ്പോൾ ഫിലിപ്പിയ സഭയോട് പറഞ്ഞു, ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ
ഞാൻ മക്കതോനിയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു എന്നിട്ട് പൗലോസ് പറയുന്നത് അടുത്ത വാക്യം, തെസ്സലോനിക്കയിലും നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർപ്പാൻ എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. ഇത് ആരിലേക്ക് വരും? ആരുടെ കണക്കിലേക്ക് വരും? ഫിലിപ്പിയർക്ക് സ്വന്തം അവരുടെ കണക്കിലേക്ക് ഇത് വരവ് വെക്കുകയാ. കൊടുത്തതാർക്കാ? പൗലോസിനാ. പക്ഷെ വരവ് എവിടെ വരുന്നത്? ഫിലിപ്പിയരുടെ കണക്കിലേക്ക് വരുന്നത്. ആരെ കണക്ക് എഴുതുന്നത്? സ്വർഗത്തിലെ ദൈവമാ. കേട്ടോ പ്രിയ മക്കളെ, കൊടുത്തത് ഫിലിപ്പിയിൽ വെച്ച് പൗലോസിനാ കൊടുക്കുന്നത്. പക്ഷെ കണക്ക് വരുന്നത് അങ്ങ് സ്വർഗത്തിലെ പുസ്തകത്തിലാണ് വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവ പൈതലെ, തിരുനാമ നിമിത്തം നീ എന്തേലും ചിലവിട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവിടെ കണക്ക് എഴുതി വെക്കുന്നുണ്ടെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. പൗലോസ് ഫിലിപ്പിയ സഭ ഓർപ്പിക്കുന്നത്, ഫിലിപ്പിയയെ ഇത് എന്റെ കണക്കിലല്ല, നിങ്ങളുടെ കണക്കിൽ ചെയ്തതെല്ലാം നിന്റെ കണക്കിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ചിന്തിപ്പിച്ചു, നമ്മളിവിടെ കരമടിക്കുന്നില്ലേ, ക്ലാപ്പ് ചെയ്യുന്നില്ലേ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി, കർത്താവ് നിന്നെ അറിഞ്ഞതിന് ശേഷം എത്ര വട്ടം ഞാൻ കൈ കൊട്ടിയിട്ടുണ്ട്, നിന്നെ ആരാധിച്ചിട്ട്, ആ ക്ലാപ്പിന്റെ കണക്ക് അവിടെ വരും. എത്ര വട്ട കരം ഇങ്ങനെ കൂട്ടി അടിച്ചിട്ടുണ്ടെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം അവിടുത്തെ ഡിസ്പ്ലേയിൽ തെളിയിക്കും. ആമേൻ. കാരണം എന്താണെന്നറിയാമോ? ഈ തലയിലെ മുടി എണ്ണി നോക്കിയിട്ടുണ്ടോ? കൂടെയുള്ള ഭാര്യ, ഭർത്താവ്, അല്ലെ ഏറ്റവും സ്നേഹിക്കുന്നവര് എണ്ണി നോക്കിയിട്ടുണ്ടോ? എത്ര ഉണ്ടെന്ന് അറിയാമോ? കൃത്യമായൊരു കണക്ക് ഈ എണ്ണി നോക്കിയിട്ടുണ്ട്. ആര്? ദൈവം. ഈ എന്റെ തലയിലെ 2025 ആഗസ്റ്റ് മാസം ഇന്ന ദിവസം എത്ര മുടിയുണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ചോദിച്ച കൃത്യം കണക്ക് പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിസ്സാരമെന്ന് ചിന്തിക്കുന്ന വിഷയത്തെ എഴുതി കുറിച്ച് കണക്ക് വെച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. അവൻ വെറുതെ നടത്തുന്ന ദൈവമല്ല, അറിഞ്ഞ് നടത്തുന്ന ഒരു ദൈവമാ. ഹൃദയത്തിനെ ശോധനകൾ ചെയ്ത് നടത്തുന്ന ഒരു ദൈവമാ. അങ്ങനെയെങ്കിൽ പ്രിയമക്കളെ, എത്ര വട്ടം ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു, എത്ര മീറ്റിംഗ്, എത്ര പ്രാർത്ഥന അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിച്ചു തരും. എത്ര വട്ടം അവസരം ലഭിച്ചിട്ട് പോകാതിരുന്നു എന്ന് ചോദിച്ചെന്നാൽ കാണിച്ചു തരും. ആരാധനക്ക് പോകാൻ സൗകര്യമുണ്ടായിട്ടും കള്ളത്തരങ്ങൾ പറഞ്ഞ്, മടി പറഞ്ഞ്, തലവേദന പറഞ്ഞ്, വയറുവേദന പറഞ്ഞ്, ഒന്നുമില്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞ് പോരാതിരുന്ന് എത്ര മീറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കാണിക്കും. സ്വർഗത്തിലെ ദൈവം കാണിക്കും. ഒരു ന്യായവിധിയുണ്ട് പ്രിയ മക്കളെ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടേണ്ടതാകുന്നു. ഇല്ലേ? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ സ്വതം എടുത്തെഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അവനവൻ ശരീരത്തിൽ, അവനവൻ എന്ന് പറയുമ്പോൾ ആരാ? അവനെന്ന് പറയുന്ന ആരാ? ഈ കാണുന്ന ബോഡിയല്ല, ഇതിന്റെ അകത്തുള്ളൊരു മനുഷ്യനുണ്ട്. ബിജു എന്ന പേര് വിളിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ബിജു എന്ന് പേര് വിളിക്കുന്ന ബോഡിയല്ല. സ്വതം ഇതിൻ്റെ അകത്തുനിന്ന് ആള് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്നത് ശവമെന്ന്, ഡെഡ് ബോഡി എന്ന് വിളിക്കത്തുള്ളൂ. ബോഡി ഇവിടെ കിടക്കുന്നുണ്ടാകും. ഇത്രയും ഉയരവും ഇത്രയും വലിപ്പമുള്ള ഒരു ബോഡി ഇവിടെ ഉണ്ടാകും. അതിനെ പിന്നത്തേതിൽ വിളിക്കുന്ന പേരാണ് ഡെഡ് ബോഡി, അല്ലെങ്കിൽ ശവശരീരം. ശവമടക്കപ്പെടാന്ന് ചോദിക്കത്തുള്ളൂ. സ്വതം പലരും പറയും ബിജു മരിച്ചു പോയി. ബിജു പാസ്റ്റർ മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് മനുഷ്യന്റെ പേരാണ് ബിജു. ശരീരത്തിന്റെ പേരല്ല. അതുകൊണ്ട് പറഞ്ഞ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ഇതൊരു കൂടാരം മാത്രമാ. ഭൂമിയിൽ വസിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു കൂടാരമാ. ഇതിനകത്താണ് അവനവൻ വസിക്കുന്നത്. നിങ്ങൾ വസിക്കുന്നത്, ബിജു വസിക്കുവാൻ, എനിക്ക് വസിക്കുവാൻ ഇതിനകത്ത് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഈ കൂടാരം, ഇത് വിട്ടു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഒന്ന് വായിച്ച വാക്യം, അങ്ങനെയല്ലേ വാക്യം? കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. അവനവൻ എന്ന് പറയുന്നത് ആരാ? ഇതിന്റെ അകത്തെ മനുഷ്യൻ. അല്ലെങ്കിൽ പിന്നെ ശരീരം ഒന്നും വേറെ പറയേണ്ട കാര്യമില്ലല്ലോ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ
അവനവൻ ശരീരം, ഇതിൻ്റെ പേര് ശരീരം എന്നാ. ഇതിനകത്ത് ആരുണ്ട്? ആമേ ഒരുത്തനുണ്ട്. ഇതിനകത്ത് ബിജു പാസ്റ്റർ ഇരിക്കുന്നുണ്ട്. ബിജു പാസ്റ്റർ ഇരിക്കുന്നത് കൊണ്ട് ഇത് ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഓടുന്നതും ചാടുന്നതും സംസാരിക്കുന്നതും. ബിജു പാസ്റ്റർ ഇതിനകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് വിളിക്കുന്നത് ഡെഡ് ബോഡി എന്നാ. ആമേൻ. വെറും ശരീരം, നിശ്ചലമായി കിടക്കുന്ന ശരീരം. ആമേ സ്തോത്രം. ആമേൻ. പിന്നെ തീരുമാനിക്കുന്ന നിങ്ങളാ ഇതിന് എന്ത് ചെയ്യണം. ആമേ. എപ്പോൾ അടക്കം നടത്തണം, എപ്പോൾ കൊണ്ടുപോകണം, എപ്പോൾ സൂക്ഷിക്കണം, എന്ത് ചെയ്യണം, ഇതെല്ലാം തീരുമാനം നിങ്ങളാ. പിന്നെ ഇവന് ഇതിൻ്റെ അകത്ത് സ്ഥാനമില്ല. ആമേ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. കേട്ടോ പ്രിയമക്കളെ, ചെറിയൊരു കാര്യമൊന്നുമല്ല. ഈ ഭൂമി കൊണ്ട് മനുഷ്യന്റെ ജീവിതം എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല. പ്രത്യേകിച്ച് ആത്മീക മനുഷ്യൻ അവൻ ജീവിക്കും. എന്ത് ചെയ്തെന്നാലും മരിച്ചാലും ജീവിക്കും. ഒരത്ഭുത സൃഷ്ടിയാണ്. കേട്ടോ പ്രിയമക്കളെ, യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ ഇതിന് പിന്നെ മരണമില്ല. ആമേ. രണ്ടാം മരണത്തിന് ഇതിന്മേൽ സ്വാധീനമില്ലെന്നേ. ആമേ. ഒരൊറ്റ മരണമേ ഉള്ളൂ. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരൊറ്റ രൂപാന്തരമേ ഉള്ളൂ. പിന്നത്തേതിൽ നിന്നെ കൊല്ലുവാനോ തകർക്കുവാനോ ലോകത്തിലെ ദുഷ്ടപിശാചിന് കഴിയത്തില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പറയുകയാണ്. പിന്നത്തേതിൽ നീ ജീവിക്കും, യേശു കർത്താവുമായിട്ട് ജീവിക്കും. അപ്പോൾ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ആമേ സ്വതം തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ ചെല്ലുമ്പോൾ ചോദിച്ചാൽ മതി, കർത്താവേ എത്ര സ്തോത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര ആമേ ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്, ആമേ എത്ര പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ടുണ്ട്, ആമേ എത്ര പ്രാവശ്യം കരമടിച്ച് ആരാധിച്ചിട്ടുണ്ട്, എത്ര വട്ടം ഉത്സാഹത്തോടെ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്, എത്രത്തോളം നിർബന്ധിച്ച് കടന്നു വന്നിട്ടുണ്ട്, എത്രത്തോളം മീറ്റിംഗ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കോപിച്ചിട്ടുണ്ട്, ആമേ സ്വന്തം നല്ലപോലെ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്, കണ്ണുനീര് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെ കണക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാത്തിൻ്റെ കണക്കുണ്ടെന്നേ കൃത്യം കണക്കുണ്ട്. ആമേ സ്തോത്രം. ഒരു ക്രിക്കറ്റ് പ്ലെയർ, ആമേ സ്തോത്രം, ഒരു ഫുട്ബോൾ പ്ലെയർ, ആമേ ഇങ്ങനെ കാലുകൊണ്ട് അടിക്കുന്ന ഗോളുണ്ടല്ലോ, എത്ര എണ്ണം അടിച്ചിട്ടുണ്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും. എയോട് ചോദിച്ചാൽ കിട്ടും. റൊണാൾഡോ എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്, ആമേ ഫുൾ ചരിത്രം വരും. ആമേ സ്കൂൾ കാലഘട്ടത്തിൽ അടിച്ച ഗോളിൻ്റെയും ആമേ നാഷണൽ ലെവലിൽ അടിച്ച ഗോളിൻ്റെയും അല്ലാത്ത ലെവലിൽ അടിച്ച ഗോളിൻ്റെ എല്ലാ കണക്ക് വരും. ഇല്ലേ? വരുന്നില്ലേ? ആമേ സ്തോത്രം. എത്ര ബൗൾ ചെയ്തിട്ടുണ്ട്, എത്ര ബാറ്റിന് എത്ര അടി അടിച്ചിട്ടുണ്ടെന്ന് എല്ലാ കണക്കും വരും. ആമേ സ്തോത്രം. ചെറിയൊരു കാര്യം ഞാൻ പറയുകയാണ്. ഇങ്ങനെ കണക്ക് വരുന്നത് ആമേ സ്തോത്രം കുറിച്ച് വെച്ചിരിക്കുന്ന ലോകത്തിലെ സിസ്റ്റമാണ്. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം എത്രയധികമായിട്ട് ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലും കോട്ട് ചെയ്ത് വെക്കുന്ന ദൈവമാണ്. നിന്റെ പ്രവർത്തികൾ മാത്രമല്ല, ഹൃദയത്തിന്റെ അകത്തളത്തിലെ ചിന്തകൾ പോലും കോട്ട് ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കണം. സൂക്ഷിക്കുക. എൻ്റെ വിഷയത്തിൽ ഞാൻ തിരിഞ്ഞു പോകുകയാണ്. ഇവിടെ ഫിലിപ്പിയരോട് പറയുന്നത്, ഫിലിപ്പിയരെ ആമേ സ്വത എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുമോ? വിശ്വസിക്കാമോ? എന്ത് വിശ്വസിക്കാമോ? ചിലതിൻ്റെ വിഷയം മാറാൻ പോകുകയാ. ശത്രു ചില ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളായിട്ട് നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് ആ വിഷയത്തിലേക്കൊന്ന് നീട്ടുകയാ. ഈ വചനം നിന്റെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുമ്പോൾ സർവശക്തനായ ദൈവം അതിന്റെ കേട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ഒരു റിലീസിംഗ് കൽപ്പിക്കുന്ന പകല. ആമേൻ. സ്തോത്രം. ഈ മത്തായി സുവിശേഷ 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യം 42-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. മത്തായി സുവിശേഷ 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അവസാന വാക്യം. ആമേ. അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം വെറുതെ വെള്ളം വീട്ടിലെ കിണറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കാൻ എടുക്കുന്ന ആമേശ്വത ഏത് തടാകത്തിൽ നിന്നോ ആമേശ്വത പൈപ്പിൽ നിന്നോ ഒരു ഗ്ലാസ് വെള്ളം, ഒരൊറ്റ ഗ്ലാസ് വെള്ളം. അവൻ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനാ, അവൻ ദൈവത്തെ സേവിക്കുന്നവനാ, അവൻ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാ എന്നൊരു തിരിച്ചറിവും ബോധവും ഉണ്ടായിട്ട് നല്ല മനസ്സാക്ഷിയോടെ ഒരു ഗ്ലാസ് വെള്ളം നീ ഒന്ന് എടുത്തു കൊടുത്തു. അവൻ പരിശുദ്ധ ദൈവം പറയുന്നത് അവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് സാധനം? ജ്യൂസ് കൊടുക്കണമെന്നാണോ? ഒരു ഗ്ലാസ് ചായ കൊടുക്കണമെന്നാണോ?
ഇല്ലെന്നേ. നിന്റെ വീട്ടിൽ വില കൊടുക്കാതെ വാങ്ങിക്കുന്ന പൊതു ടാപ്പിൽ നിന്നോ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നോ കുളത്തിൽ നിന്നോ ഒരു ഗ്ലാസ് വെള്ളം ശിഷ്യൻ എന്ന് വെച്ചുകൊണ്ട് നീ എടുത്തു കൊടുത്താൽ അപ്പൻ വിളിച്ചു പറയുന്നത്, അവൻ എന്റെ മകനായതുകൊണ്ട്, അവൻ എന്റെ വേലക്കാരനായതുകൊണ്ട് ഞാൻ അവന് നിശ്ചയമായിട്ട് പ്രതിഫലം കൊടുക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാണ്. ചെറിയ കാര്യമല്ല പ്രിയമക്കളെ, അവിടെ ചെല്ലുമ്പോൾ നീ അത് പ്രാപിക്കുക തന്നെ ചെയ്യും. ആമേൻ. ചെറിയ കാര്യമല്ല കേട്ടോ. തിരുനാമ നിമിത്തം എന്തേലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അയ്യോ ചതിയായിപ്പോയല്ലോ കൊടുത്തത്, സ്വതം അർഹതയില്ലാത്തവനായിപ്പോയി എന്നൊന്നും ചിന്തിക്കേണ്ട. നല്ല മനസാക്ഷിയോടെ നീ ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെ പ്രതിഫലമുണ്ട്. ഇവിടെ പറയുന്നത് വിലയേറിയൊരു കാര്യമല്ല, ഏറ്റവും വില കുറഞ്ഞ കാര്യം. എന്താ പറയുന്നത്? ഒരു ഗ്ലാസ് വെള്ളം, വെറുതെ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോൾ സ്വർഗത്തിൽ എഴുതി ആ വെള്ളം യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ആര് നോക്കുന്നുണ്ട്? നിന്റെ കൊടുക്കൽ വാങ്ങൽ നോക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ കൊടുക്കൽ വാങ്ങൽ നോക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. പ്രതിമകൾ നമ്മുടെ ഇവിടെ ദേശാംശത്തെക്കുറിച്ചൊന്നും നമ്മൾ കാര്യമായ രീതിയിൽ പ്രസംഗിക്കാറില്ല. പക്ഷേ എനിക്കറിയത്തില്ല, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ചിലത് ഇങ്ങനെ പറഞ്ഞു, ചിലരുടെ ജീവിതത്തിൽ അത് കറക്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായി വരും കേട്ടോ. പ്രതിമകൾ എവിടെയെങ്കിലും നീ ഇടിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ, കുറവായി കിടക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൻ്റെ ഒരു ന്യൂനത വെച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തകർച്ച അതാണ് കാരണം. പ്രൈസലോ. അപ്പൊ യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ വന്നിരുന്നു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസക്ക് ശരിയായ 2 കാശ് ഇട്ടു. ശരിയായത്, കൃത്യമായത് യേശു കറക്റ്റ് ചെയ്യുകയാണ്. കൃത്യമായി ധനവാന്മാർ തൻ്റെ കരത്തിലുള്ളതെല്ലാം സ്വന്തം വലിയവ ഇടാനിടയായി തീർന്നു. ധനവാന്മാർ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തു. പക്ഷേ ഒരു വിധവ വന്നു, അവളൊന്ന് നോക്കി, കറക്റ്റായിട്ടുള്ള. യേശു നോക്കിയപ്പോൾ അവൾ ചെയ്തതെന്താ? ശരിയായ. വചനത്തിൽ കർത്താവ് പറയുന്നത്, ധനവാന്മാർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് എന്ത് ചെയ്തു? ഇവളോ? അപ്പം എന്താളാണല്ലോ കർത്താവ്. നമ്മളപ്പോൾ ചിന്തിക്കും, എന്തു മനുഷ്യൻ ആ സ്ത്രീയുടെ കയ്യിലുള്ളത് മുഴുവൻ എന്ത് ചെയ്തു? വാങ്ങിച്ചെടുത്തപ്പോൾ പുള്ളിക്ക് സന്തോഷമായി എന്നല്ലേ ചിന്തിക്കുന്നത്? അല്ല പ്രീതി മക്കളെ, സ്വർഗത്തിലെ ദൈവം അവിടെ എഴുതി അവളുടെ പേരില. ഫ്രീസലോ, അവളുടെ പേരിൽ അത് അവിടെ എഴുതി വെച്ചു, കുറിച്ചു വെച്ചു, പുസ്തകത്തിൽ കയറി. ബൈബിളിനകത്ത് ലോകത്തിൻ്റെ 7 വൻകരകളിലും വായിക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിക്കകത്ത് തെളിവായി വരത്തക്ക നിലവാരത്തിൽ സ്വർഗത്തിലെ ദൈവം അത് എഴുതി വെച്ചു. ആമേൻ. ഒന്ന് വായിച്ച വാക്യം. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ ഇതാര് കാണുന്നുണ്ട്? യേശു നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൊടുക്കലും ദൈവത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമോ?
പറ്റും പറ്റും പറ്റും. ആമേൻ. മലാക്കി പ്രവചനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ആമേൻ. മലാക്കി പ്രവചനം 3:8. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കുമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? 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 തോൽപ്പിക്കാമെന്ന് വചനം പറയുന്നു. എന്ത് കാരണത്താൽ? ദശാംശത്താലും വഴിപാടിനാലും തന്നെ. വായിച്ചോ. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തനാകുന്നു. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം. ലെവല് മാറുമെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഇന്ന് വിശ്വാസികളെയൊക്കെ നോക്കിയിട്ടും പലരും വിളിച്ചു പറയുന്നത്, അയ്യോ കൂലിപ്പണിക്ക് പോയി നടന്നിരുന്ന ഏക്കനാണ്. ആമേ, ഇപ്പൊ അവന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. ഇപ്പൊ കാറിനാ നടക്കുന്നത്, ആമേശ്വരം ബൈക്കിനാ നടക്കുന്നത്. ആമേശ്വരം എന്തോ വരുമാനം എവിടെ നിന്ന് വരുന്നുണ്ട്? അമേരിക്കയിൽ നിന്ന് എന്തോ വരുമാനം വരുന്നുണ്ട്. അല്ലാതെ ഒന്നും ഇങ്ങനെ ആകാൻ പറ്റത്തില്ലെന്നേ. ഞങ്ങൾക്കറിയാവുന്നത് മൂക്കറ്റം കടത്തിൽ നിന്നിരുന്ന വ്യക്തിത്വമാ. ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്നു. ഇന്ന് നടപ്പിനും പ്രവൃത്തികൾക്കൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. ആമേൻ. സ്തോത്രം. ഇത് വിദേശത്ത് നിന്ന് എന്തെങ്കിലും നന്മ വരാതെ, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടായ്മയിലുള്ള ഒരു നന്മ കൊടുക്കാതെ എന്ത് ചെയ്യത്തില്ല. ആമേ, കഴിഞ്ഞ കാലഘട്ടത്തിൽ കുഞ്ഞിനൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപ അടുത്ത വീട്ടിൽ നിന്ന് കടം മേടിച്ചവൻ ഇന്ന് ചിലർക്ക് കൈകൊണ്ട് കൊടുക്കുകയാ. കാരണം ആമേ, വചനം വിളിച്ചു പറയുന്നു. ആമേ, സർവശക്തനായ ദൈവം ആമേ തൻ്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ തുടങ്ങി. ആമേ, നിലവാരത്തിന് മാറ്റം വരുത്തുവാൻ തുടങ്ങി. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. വചനം അവന്റെ ജീവിതത്തിൽ വർക്കൗട്ട് ആകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവസ്ഥലിൽ കറക്റ്റാണ്, ദൈവവും ഇവന്റെ കാര്യത്തിലും കറക്റ്റാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആമേ ഇവിടെ സങ്കീർത്തനം വായിച്ചു. ആമേ, ഒരു വാക്യം എടുത്തു. ആമേ, ദൈവം ആമേ സ്വതം നല്ല ഹൃദയമുള്ളവർക്ക് അല്ലേ, ആമേ നിഷ്കളങ്ക ഹൃദയമുള്ളവർക്ക് കൂടെ ഇരിക്കുന്ന ദൈവം. വക്രനോട് ദൈവം, ദയാലുവോട് ദൈവം. പ്രൈസ് ദി ലോർഡ്. കറക്റ്റാണോ? 100% ഞാൻ എഴുതി വെച്ച് വരാം. ആമേ, സ്വർഗത്തിലെ ദൈവം ആമേ സ്വതം നമുക്ക് തന്നിരിക്കുന്ന ഈ പുസ്തകത്തിനകത്തളത്തിൽ ആധികാരികമായ ഒത്തിരി വചനങ്ങളുണ്ട് കേട്ടോ. പ്രിയമക്കളെ, നീ കറക്റ്റായിട്ട് പാലിച്ചോ, നിന്റെ നിലവാരം ദൈവം മാറ്റും. ആമേശ്വര, ഇത് ഭൂമിയെ കൊണ്ട് ഒതുങ്ങുന്നതല്ല. അങ്ങ് നിത്യത ചെല്ലുമ്പോഴും അതിന്റെ പ്രതിഫലം നിനക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. ഭൂമി കൊണ്ട് തീർന്നു പോകത്തില്ല, ഭൂമി കൊണ്ട് ഒതുങ്ങി പോകത്തില്ല. അതിനപ്പുറം ചെന്നിട്ടൊരു പ്രതിഫലം നീ പ്രാപിക്കും. ആമേൻ. അപ്പൊ ദൈവത്തിന് ആ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റുമോ? തോൽപ്പിക്കാൻ പറ്റും. ഏതിനാൽ? താഴെ വായിച്ച മോളെ, വേഗത്തിൽ വായിച്ചോ. മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും. മകളെ, ഇവിടെ പറയുന്നത് പാപമെന്നല്ല പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യുന്നു എന്നല്ല പറയുന്നത്. എന്തായിത്തീരും? ശാപം. ആമേൻ. അപ്പൻ ദൈവത്തിനൊന്നും കൊടുക്കത്തില്ല, മകൻ അധ്വാനിക്കുകയാ. മകനും ആമേശ്വതം ശൂന്യമാ, അവന്റെ മകനും ശൂന്യമാ, അവന്റെ മകനും ശൂന്യമാ. 3-4 തലമുറ വരെ ശൂന്യതകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുകയാ. ഇനി അഥവാ എന്തെങ്കിലും കൊടുക്കുമ്പോൾ തന്നെ മനസ്സ് നീറിക്കൊണ്ടാ കൊടുക്കുന്നത്. ദൈവമേ, ആമേൻ, സ്തോത്രം. കൊടുക്കണ്ടില്ലായിരുന്നു. ആമേൻ. മനസ്സിൽ ഭാരപ്പെട്ടുകൊണ്ടാ കൊടുക്കുന്നത്. എനിക്ക് ആവശ്യമുണ്ടോ? അത് നിമിത്തം ഒരിക്കലും പ്രാപിക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് അത് നിമിത്തം നിങ്ങൾ ശാപഗ്രഹസ്ഥരാകുന്നു. അടുത്തത്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? കേട്ടോ മക്കൾ, ഇങ്ങോട്ട് മാത്രം വാങ്ങിക്കുന്ന ഒരാളല്ലോ യേശു. ആണോ? യേശു ആ സ്ത്രീ ഭണ്ഡാരത്തിന് മുമ്പിൽ ഇരുന്നു എന്നാണ് വിധവ വന്നപ്പോൾ കണ്ടെന്ന് പറഞ്ഞ ആ ഭണ്ഡാരത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. ആമേശ്വതം, നിങ്ങളെ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാ?
അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ കാലിയായി തീരുകയും ഞാൻ സമ്പന്നനായി മാറുകയും ചെയ്യുമെന്നാണോ? അല്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുക? ഞാൻ അനുഗ്രഹിക്കാൻ പോകുക. എങ്ങനെ? നിലവാരം മാറും പ്രിയ മക്കളെ, നിങ്ങൾ വിശ്വസിച്ചോ? ഇത് ദൈവത്തിന്റെ വചനമാണ്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും ഒരു മാറ്റം വരികയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് നീതി കറക്റ്റായിട്ട് നീ ചെയ്യുന്നു എങ്കിൽ പരിശുദ്ധ ദൈവം നിനക്ക് വേണ്ടി അത്ഭുത നീതി പ്രവർത്തിക്കുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ. ആമേൻ, ആമേൻ. താഴേക്ക് വായിച്ചു. എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ഒന്ന് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്ക്, നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. നീ കറക്റ്റ് ചെയ്തിട്ട് നിന്നെ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. താഴേക്ക്. ഞാൻ വെട്ടുകിളിയെ ശാസിക്കും. നിന്റെ ബിസിനസ് സ്തോത്രം ശൂന്യമായി പോകത്തില്ല, പരാജയം വരത്തില്ല. നിന്റെ ബിസിനസ് ഇവൻ കൃഷി ചെയ്തിട്ടിരിക്കുക, ഈ കൃഷിക്കകത്ത് വെട്ടുകിളി കയറിയാണ് ഇതിനെ തിന്നുന്നത്. സ്തോത്രം ഒരണ്ണാൻ, ഒരു കുരങ്ങൻ, ഒരു വവ്വാല്, നിന്റെ വൃക്ഷത്തിൽ ഒരു ഫലം കടിച്ചു തിന്നാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഒരു ബിസിനസ്സും നീ കൈവെക്കുന്ന ഒന്നിലും ഒരു തകർച്ച വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. തൊടുന്നതിലെല്ലാം അനുഗ്രഹം കൽപ്പിച്ച സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തീരും. അവൻ വെട്ടുകിളികളെ ശാസിക്കും. അടുത്തത്, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരൊറ്റ രൂപ കേട്ടോ പ്രിയ മക്കളെ, ഒരു എക്സ്ട്രാ ചെലവ്. വാങ്ങിച്ചിടുന്ന ചെരുപ്പ് അത് തേഞ്ഞ് തീർന്ന് നിന്റെ സ്വന്തം ഹൃദയം കൊണ്ട് അത് മാറ്റണം. അതല്ല മേടിച്ചിടുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, ഒരു പുത്തൻ വസ്ത്രം എടുത്തിടുമ്പോൾ തന്നെ കീറിപ്പോകുന്നുണ്ടെങ്കിൽ, സ്വന്തം വചനം വിളിച്ചു പറയുന്നു, ഇസ്രായേൽ ജനം ഏകദേശം 400 ചില വർഷങ്ങൾ 40 ചില വർഷങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. അവരുടെ ചെരുപ്പ് എന്ത് ചെയ്തില്ല? തേഞ്ഞ് തീർന്നില്ല. അവരുടെ വസ്ത്രം എന്ത് ചെയ്തില്ല? പഴകിപ്പോയില്ലെന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു. സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധികൾക്കും മാറ്റം വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഉയർച്ച തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, മാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് ഫിലിപ്പിയരെ, നിങ്ങൾ അതിൻ്റെ കഷ്ടതയിൽ എന്ത് ചെയ്തു? കൂട്ടായ്മ കാണിച്ചു. 17 മുതൽ താഴേക്ക് വായിച്ചു. സ്തോത്രം 4:17 മുതൽ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയരെ, നിങ്ങൾ തന്ന ആരെല്ലാം, ഒരുത്തൻ 50, ഒരുത്തൻ 20, ഒരുത്തൻ 10, ഒരുത്തൻ 100, എല്ലാവരുടെ കണക്ക് കൃത്യമായിട്ട് ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ദാനം ഞാൻ ആഗ്രഹിക്കുന്നതല്ല, പക്ഷെ വരവ് വെക്കുകയാ സ്വർഗത്തിലെ ദൈവം. താഴേക്ക് വായിച്ചു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി, ദൈവത്തിന്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രാദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എന്റെ ദൈവമോ, ഇതാണ് വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഫിലിപ്പിയ സഭ അനുഗ്രഹിക്കപ്പെട്ടു. ഫിലിപ്പിയ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇത് ചരിത്രവും ദൈവത്തിന്റെ വചനവുമാണ്. ആകയാൽ പ്രിയ മക്കളെ, ഇന്ന് ശൂന്യത അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകൾ, ഇന്ന് മൂക്കറ്റം കടത്താലിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ കടബാധ്യതകൾ പരിശുദ്ധ ദൈവം തീർത്ത് തന്ന് മാനിച്ചു നടത്തുവാനിടയായി തീരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരുമെന്ന് പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം ദൈവജനത്തിന് ഉറപ്പു തരികയാ. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. നീ മിണ്ടാതെ ഇരുന്നാൽ യഹൂദന് മറ്റൊരു സ്ഥലത്തുനിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ഏറ്റവും പ്രയാസകരമായ തലത്തിലൂടെ കടന്നുപോയപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിൽ അവരെ ആശ്രയിച്ചതുകൊണ്ട് പുതുവഴികൾ അവർക്ക് മുമ്പാകെ തുറന്നു വരുവാനിടയായി തീർന്നു.
നിഷ്കളങ്ക ഹൃദയമുള്ളവനെ ആദരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ നിങ്ങൾ കേട്ടു. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് ചെയ്യുന്നതെല്ലാം ഫെയിലായി പോകുകയാണ്. ചെയ്യുന്നതെല്ലാം തകർച്ചകൾ, നഷ്ടങ്ങളുടെ കണക്കുകളെ നിരത്തുവാനുള്ളൂ ലാഭമാക്കി മാറ്റുന്നൊരു ദൈവം ഇന്ന് പകലിലുണ്ട്. നീ വിശ്വസിക്കുക, അവന്റെ മുഖത്തേക്കൊന്ന് നോക്കാം. നിന്റെ പ്രവർത്തികൾക്ക് ഒത്തവണ്ണമായിരിക്കാം കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എൻ്റെ ദൈവമോ, ഫിലിപ്പിയരെ, നിങ്ങൾ എന്നോട് കാണിച്ച, നിങ്ങൾ ദൈവസഭയോട് കാണിച്ച അതിനൊക്കെയും ദൈവം അവിടെ നിങ്ങളുടെ പേരിൽ വരവ് വെച്ചിട്ടുണ്ട്, കണക്ക് വെച്ചിട്ടുണ്ട്. ആമേൻ, അതവൻ തീർത്തു തരും. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അവൻ വെട്ടുകിളികളെ ശാസിക്കും. ഒരു മുന്തിരി കൊഴിഞ്ഞു പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. ബിസിനസ്, തൊഴില്, ആരോഗ്യം, എക്സ്ട്രാ ചിലവുകൾ പരിശുദ്ധ ദൈവം കാണുന്നു. ജീവിതത്തിന്റെ നിലവാരത്തിന് ഉറപ്പുള്ള ഒരു അച്ചുതണ്ട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓരോ കുടുംബത്തിലും സ്ഥാപിക്കുകയാണ്. കർത്താവേ, തലകളെ മടക്കി പ്രാപിക്കട്ടെ, സ്ഥിതിക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അതാ സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം.